അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഒന്നും കൂടി നമ്മളെ കാർ കളക്ഷൻ കാണിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം കാർ കളക്ഷൻ നമ്മളത് കൂടിയിട്ടുണ്ട്. അപ്പം What? Bro, what are you talking about, man? നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടി നോക്കാം. ഈ വണ്ടിയെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടുവരാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വണ്ടിയുണ്ട്, നമ്മളെ ചെറിയൊരു പണി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു വാൻ ഉണ്ട് നമ്മളെ. കുറച്ച് ലോഡാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ മലയാളി ഓട്ടോമോട്ടീവ്സ് എന്നെല്ലാം എഴുതിയിട്ട് കുറച്ച് ചെറിയൊരു മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുള്ളൂ. അത്രയെല്ലാം മോഡിഫിക്കേഷൻ ഒന്നുമില്ല. പിന്നെ വേറൊരു മിനി ഉണ്ട്. ഇത് ലോഡാണ്. ഈ മിനി പറഞ്ഞാൽ നമ്മൾ അത്രയെല്ലാം ചെയ്തിട്ടാ സൈഡിൽ ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ നോക്കി, പക്ഷെ അത്രയും ആയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹോണ്ട സിറ്റിയാണ്. സിറ്റി പുതിയ മോഡല്. ഇത് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിന്. ഈ വണ്ടി വേണ്ടവരൊന്ന് കമന്റ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മൾ അംബാസിഡറാണ്. അംബാസിഡർ ഒരു ക്ലീൻ ലുക്കാണ് ഞാൻ ആക്കിയത്. നിങ്ങൾക്കിവിടെ കാണാം, ക്ലീൻ ലുക്കാണ്. ബാറ്റ്മാൻ എഡിഷൻ നെയിം എല്ലാം കൊടുത്തിട്ട് ചെറിയൊരു എഴുതിട്ടു. പിന്നെ നമ്മളെ ഹോണ്ട സിവിക്. ഇതെന്ന് വെച്ചാൽ അത്ര വലിയ ഇതൊന്നുമില്ല, സെഡാൻ മാഫിയ എന്നല്ല ഇപ്പോൾ പേരുള്ള. അങ്ങനത്തത് തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ എക്സ്ട്രാ കിട്ടിയിരുന്നു. ഇതെല്ലാം ഞാൻ പേര് ചെയ്തതെല്ലാം ജാപ്പനീസ് സ്റ്റൈലിലേക്ക് മാറ്റിയതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരു റൂഫ് ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ജി വാഗനാണ്. ജി വാഗൻ എന്ന് പറഞ്ഞാൽ അത്ര വല്ല പണിയും ചെയ്തിട്ടാ, ഞാൻ ചെറിയ പണി ചെയ്തിട്ടും ഉണ്ടായി, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത വണ്ടി അടുത്ത് നമ്മളെ ഗോൾഫാണ്. അത് നമ്മളെ വേൾഡ് കപ്പ് എഡീഷൻ വണ്ടിയാണ്. കുറച്ചും കൂടി പണിയുണ്ട്. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ വണ്ടിയല്ല, പോർച്ചുഗലിലെ ആയതുകൊണ്ട് നല്ല ചെയ്ത് അത്രയല്ലേ ഉള്ളൂ. നമ്മളെ ഈ ഒരു വണ്ടിയാണ്. ഇത് ഒരു ഓഫ് റോഡ് പോയിട്ട് വന്നിട്ട് ഫുള്ളും മണ്ണ് പിടിച്ചിട്ടാളെ. മോൺസ്റ്റർ നോക്കിയിട്ടുള്ള ചെറിയൊരു ഇതെല്ലാം നമ്മൾ ക്ലീൻ ലുക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരു പഴയ M5 ഉണ്ട്. ആ M5 എന്ന് വെച്ചാൽ നമ്മൾ അതിരടി തന്നെ ഫിലിമിൽ എഡിഷൻ വണ്ടി ആക്കിയിട്ട് ഇതാക്കിയതാണ്. അതേപോലെ തന്നെ ഇതാക്കിയിട്ട് ബാക്കിൽ അതിരടി നിലയുള്ള അങ്ങനെയെല്ലാം ഇപ്പം ആക്കിയിട്ടുണ്ട്. അടുത്തതാണ് നമ്മളെ ബസ് ഗൈസ്. ബസ്സിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെല്ലാം മോഡിഫിക്കേഷൻ ഉണ്ട്. ബസ്സിൻ്റെ ഒരു മലയാളി കേരളീയ എന്നെല്ലാം ഇട്ടിട്ട് സൈഡിൽ കുറച്ച് ഗ്രാഫിക്സുകളെല്ലാം കൊടുത്തതാണ്. സൈഡിൽ നമ്മളെ ചാനലിൻ്റെ നെയിമും ഇൻസ്റ്റ ID എല്ലാം കൊടുത്തിന്. പിന്നെ ബാക്കിൽ നമ്മൾ ഒരു ആനിമേ ഒരാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ബാക്കിൽ കേരളീയ എന്നുള്ള എഴുതി. അത് നമ്മളുടെ ഒരു ടോ ട്രക്കാണ്. ടോ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് റിവ്യൂലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മലയാളി കസ്റ്റമേഴ്സിനെല്ലാം വേണ്ടിയിട്ട് എഴുതിയതാണ്. അടുത്തത് നമ്മളെ ഓടിയില്ലേ, ഓടിയിൽ നമ്മൾ കുറച്ച് അത്ര ഉണ്ടാവില്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ടാവും. ഇങ്ങനെയൊരു മോഡിഫിക്കേഷൻ കിട്ടുന്നല്ലോ നമ്മൾ സ്നോ മറ്റേ വിൻ്ററിൽ പോയപ്പോൾ ആയതാണ്. അതിൻ്റെ പേര് മിഡ് നൈറ്റ് വന്നാണ്. അതിന് അടുത്ത വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ BM ആണ്. BM അത്ര വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ നമ്മളെ ചാനലിൻ്റെ പേരുണ്ട് KL മലയാളി. പിന്നെ അടുത്തതാണ് നമ്മളെ M5. ഈ M5 ഗൈസ്, ഇത് നമ്മളിപ്പോൾ പുതിയ ആക്കിയ വണ്ടിയാണ്. ജർമ്മനിൻ്റെ ഫ്ലാഗ് എല്ലാം കൊടുത്തിട്ട് ഡെവിൽ എന്നാണ് ഞാൻ ഇപ്പോൾ വണ്ടിയുടെ പേരിട്ട്. നമ്പർ പ്ലേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെയല്ലേ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഈ വീഡിയോക്ക്, സബ്സ്ക്രൈബ്. ഇത് നമ്മളെ ഡിഫൻഡർ ചെറിയതേ ഉള്ളൂ. പിന്നെ അടുത്തത് LC. LCക്ക് ഒരു
പണി ബാക്കിയുണ്ട്. അതേപോലെ കോയിന് തീർന്നുകൊണ്ട് ഞാനൊന്ന് ചെയ്തിട്ടിപ്പോൾ നമ്മൾ മലയാളി തന്നെ പേരിട്ടിന് സൈഡിൽ 25 എന്ന എഴുതിട്ട് സൈഡിൽ ആക്കി കൊടുത്തിന് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ റാപ്റ്ററാണ് ഗൈസ്. റാപ്റ്റർ നമ്മൾ ആനാകാൻ പേരിടുന്നത് കിട്ടിനെ ലുക്കാണ്. അല്ലെ നമ്മൾ അങ്ങനെ നല്ല ഓവറാക്കുന്നില്ല, നമ്മൾ ഒരു ക്ലീൻ ലുക്ക് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഫുള്ള് പിന്നെ ബോഡിക്ക് തന്നെ നീക്കിയ വണ്ടിയാണ്. പിന്നെ അടുത്തത് BM ആണ്. ഈ BM ആണ് ഞാൻ M5 ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഉപയോഗിച്ചത്. അവിടെ ഇവിടെ KL മലയാളി എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് അത്രയും ലുക്ക് ഉണ്ടെന്ന് പറയാൻ അറിയില്ല. അടുത്തതാണ് നമ്മളെ പഗാനി. ഇതൊക്കെ ഒരു എൻ്റെ ഫ്രണ്ടിന് വന്നതാണ് ഈ വണ്ടി. എന്താ 27 ഞാൻ തന്നെ എടുത്തതാണ്, ബാക്കിയെല്ലാം ചെയ്തിട്ട് ഒക്കെ തന്നതാണ്. എന്താ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.